തിരുവോണ ദിവസം ആചാര പെരുമകളാൽ സമൃദ്ധം തന്നെയാണ്. അത്തരമൊരു ആചാര പെരുമയിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാം തത്സമയം അല്ലേ, ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും കാഴ്ചകൾ വ്യത്യസ്തം. തൃക്കാക്കരയിൽ നിന്ന് അങ്ങനെ ആറന്മുളയിലെ കാഴ്ച വേറെ, തളി ക്ഷേത്രത്തിലെ കാഴ്ച വേറെ, ഡൽഹി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബാംഗങ്ങളുടെ ദർശനവും. എന്തായാലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ ഓണവില്ല് സമർപ്പണം തന്നെയാണ്. ആചാരപൂർണമായി ഓണവില്ല് സമർപ്പിച്ചതിന് ശേഷം കുടുംബം ജനം ടി വിയോടൊപ്പം ചേർന്നിരുന്നു. നമുക്ക് അഖിൽ പാലോട്ടുമഠം തയ്യാറാക്കിയ ആ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. ഈ തിരുവോണ നാളിൽ ഒരു പ്രത്യേകതയുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന് ഓണവില്ല് സമർപ്പിക്കുക എന്നത് കൂടിയാണ്. ഇപ്പോൾ ഓണവില്ല് സമർപ്പിച്ചിട്ട് എത്തുന്നവർ നമ്മൾ ജനം ടി വിയോടൊപ്പം പ്രതികരിക്കുന്നുണ്ട്. വർഷങ്ങളായി മുടങ്ങാതെ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് ഓണവില്ല് സമർപ്പിക്കുകയാണ്. ഇത്തവണ അത് മുടങ്ങാതെ നടന്നിരിക്കുകയാണ്. അത് മുടങ്ങാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഇടുക്കി ചേർന്ന ഒരു ആചാരമാണ് ഞങ്ങളുടെ പൂർവികർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത്. കാരണം ക്ഷേത്രം ചെയ്ത ശില്പികളുടെ പാരമ്പര്യമാണ്. അപ്പം ഒരു ക്ഷേത്രത്തിലെ തന്ത്രിയെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ശില്പിയും. അപ്പോൾ ഈ ശില്പികൾ നടത്തിയിട്ടുള്ള ഒരു പരമ്പരാഗതമായ ഒരു ആചാരമാണ് പള്ളിവില്ലെന്ന ഓണവില്ല് ചിങ്ങമാസത്തിലെ തിരുവോണനാൾ, അതായത് ശ്രീപത്മനാഭസ്വാമിയുടെ ജന്മനക്ഷത്രത്തിൽ സമർപ്പിക്കുക എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ആചാരം ഇപ്പോഴും തലമുറയായിട്ട് ഞങ്ങൾ കൈമാറി വരുന്നുണ്ട്. ആചാര അനുഷ്ഠാനത്തോടു കൂടി ഭഗവാന് വേണ്ടിയിട്ട് വില്ലുകൾ നിർമ്മിച്ച് വളരെ പവിത്രമായിട്ട് നിർമ്മിച്ച് 41 ദിവസത്തെ കഠിനമായ വ്രതം എടുത്താണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. എത്ര ഓണവില്ലാണ് ഇത്തവണ സമർപ്പിച്ചത്? അല്ല, ഞങ്ങൾ 12 വില്ല് മാത്രമാണ് ആചാരപരമായിട്ട് സമർപ്പിക്കുന്നത്. കാരണം ഏറ്റവും വലിയ അളവിലുള്ള അനന്തശയനം, ദശാവതാരം, ശ്രീരാമ പട്ടാഭിഷേകം, ശാസ്താവ്, കൃഷ്ണലീല, വിനായകൻ, അങ്ങനെ 6 ജോഡി വില്ലാണ് ഭഗവാന് ആചാരപരമായിട്ട് സമർപ്പിക്കുന്നത്. ബാക്കിയൊക്കെ കൂടുതൽ എണ്ണം ഭക്തർക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുന്നുണ്ട്. എന്നാലും കുടുംബത്തിൽ നിന്ന് സമർപ്പണമായിട്ട് നടക്കുന്നത് 12 വില്ലാണ്. ഈ കൊച്ചു കുട്ടികളടക്കം ആ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും ഇത്തവണയും ഭഗവാന് ഓണവില്ല് സമർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ആ സന്തോഷം എല്ലാവരും, ആ കുടുംബത്തിലെ എല്ലാവരും ഉണ്ട്. ഒരു തലമുറ തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ക്യാമറമാൻ അനീഷിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.